ചേട്ടാ, സമീപ തെരഞ്ഞെടുപ്പുകളിലൊക്കെ സി പി എമ്മിൻ്റെ വലിയ തകർച്ച പല മണ്ഡലങ്ങളിലും നമ്മൾ കണ്ടതാണ്. യഥാർത്ഥത്തിൽ ഈ തെക്കൻ കേരളത്തിലാണ് ഇത് അതിരൂക്ഷമായിട്ട് പ്രകടമായിട്ടുള്ളത്. ഇവിടെയുള്ള ഈ തകർച്ച യഥാർത്ഥത്തിൽ സി പി എം മനസ്സിലാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഈ വാദം കറക്റ്റാണ്? നല്ല ചോദ്യം. സി പി എമ്മിന് തെക്കൻ കേരളത്തിൽ തിരിച്ചടി കിട്ടുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ പാർട്ടിയുടെയും ബഹുജന വർഗ സംഘടനകളുടെയും പോഷക സംഘടനകളുടെയും ഒക്കെ പിൻബലം ഉള്ളതുകൊണ്ട്, ആ സംഘടനാ സംവിധാനം ഉള്ളതുകൊണ്ടാണ് സി പി എം തകർന്നു പോകാത്തത്. പക്ഷെ അത് ഒരുപാട് നാളൊന്നും അത് പിടിച്ചു നിർത്താൻ സി പി എമ്മിന് സാധിക്കില്ല. ആ സത്യം അവർ തിരിച്ചറിയുന്നുണ്ട്, നേതൃത്വം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഡിവൈഎഫ്ഐയെ കൊണ്ട് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ സമരത്തിന് ഇറങ്ങിയത്. അല്ലെങ്കിൽ ഇറങ്ങാൻ ഡിവൈഎഫ്ഐയോട് നിർദ്ദേശിച്ചത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ സി പി എം നിർദ്ദേശിക്കാതെ എന്തായാലും അവരിറങ്ങില്ലല്ലോ. അല്ലെങ്കിൽ മാറുന്ന രാഷ്ട്രീയ കാലഘട്ടം അവരെ കൊണ്ട് നിർബന്ധിപ്പിച്ചിരിക്കുന്നു. അതാണ് സത്യം. വലിയ സമ്മർദ്ദം അവരനുഭവിക്കുന്നുണ്ട്. നമുക്ക് തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും തെക്കൻ മണ്ഡലം തൊട്ട് കണക്കെടുത്ത് നോക്കാം. മലബാർ അവിടെ നിൽക്കട്ടെ. പാറശാല, കോവളം, നേമം, തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, ഇപ്പുറത്ത് ആറ്റിങ്ങലിലേക്ക് വരുമ്പോൾ നമ്മുടെ കാട്ടാക്കട, അതുപോലെ നെടുമങ്ങാട്, അതുപോലെ ആറ്റിങ്ങൽ, വർക്കല, എന്തിന് ചിറയൻകീഴ് പോലും, കൊല്ലത്ത് ചാത്തന്നൂർ, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി, ആലപ്പുഴയിൽ കായംകുളം, ഹരിപ്പാട്, ചെങ്ങന്നൂർ, അങ്ങനെ നിരവധി മണ്ഡലങ്ങളിൽ, ആറന്മുള തുടങ്ങി നിരവധി മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ഇപ്പോൾ തന്നെ നമ്മൾ എണ്ണുമ്പോൾ ഒരു 15-ലധികം മണ്ഡലമായി അല്ലേ? ഈ മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പിക്ക് നമ്മൾ 4 ജില്ല എടുത്തുള്ളൂ. 4 ജില്ലകളിൽ 15 മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ഏതാണ്ട് 35,000-ന് മേളിൽ വോട്ടുണ്ട്. ബി ജെ പി അവിടെ വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സി പി എമ്മിന് ഈ സത്യം മനസ്സിലായി. എന്തുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് കൂടുന്നു, എന്തുകൊണ്ട് നമുക്ക് വോട്ട് കുറയുന്നു? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും സി പി എം ഈ ഒരു വ്യത്യാസം, വോട്ടിങ്ങിലുണ്ടായിരിക്കുന്ന ഈ വ്യത്യാസം, ബി ജെ പിയുടെ കയറ്റവും എൽ ഡി എഫിൻ്റെ ഇറക്കവും അവരെ വല്ലാണ്ട് ആശങ്കപ്പെടുത്തുന്നു. അതായത് കാലാകാലങ്ങളായി സി പി എമ്മിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വോട്ടുകൾ ബി ജെ പിയിലേക്കാണ് മറയുന്നത്. തീർച്ചയായിട്ടും ഇതിനു മുമ്പ് ഒരിക്കലും ഇത്രയും പരിഭ്രാന്തി എൽ ഡി എഫിന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എൽ ഡി എഫ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു, വോട്ട് ഷിഫ്റ്റിംഗ് നമ്മുടെ ഇടയിൽ നിന്ന്, നമ്മുടെ പാർട്ടിയിൽ നിന്ന്, നമ്മുടെ മുന്നണിയിൽ നിന്ന് ബി ജെ പിയിലേക്ക് വോട്ട് ഷിഫ്റ്റിംഗ് ഉണ്ടാകുന്നു. അത് യു ഡി എഫിലേക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഇത്രയും ഭയപ്പെടില്ലായിരുന്നു അവർ. കാരണം അത് നാളെ ഭരണവിരുദ്ധ വികാരമൊക്കെ കൊണ്ട് ചിലപ്പോൾ മാറിയേക്കാം. പക്ഷെ നാളെ അത് തിരിച്ചു വരും എന്നവർക്കറിയാം. ഇന്ന് അവരെ സംബന്ധിച്ച് അവർ വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ വളരെ ലളിതമായിട്ട് ഏറ്റവും ഒടുവിൽ നടന്ന ഒരു സംഭവം വെച്ച് പറയാം. കായംകുളം മണ്ഡലം അറിയാമല്ലോ. അവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എന്താ നടന്നത്? ഒരു സി പി എം നേതാവ് രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നു. അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് തന്നെ വലിയ രീതിയിൽ അവിടെ വിമത പ്രവർത്തനം അല്ലെങ്കിൽ വിഭാഗീയത ആരംഭിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പോയിട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അപേക്ഷ വാങ്ങി. അദ്ദേഹത്തിൻ്റെ അമ്മ BDJS നേതാക്കളുമായിട്ട് ചർച്ച നടത്തി. ഇങ്ങനെയെല്ലാം ഒരു സംഭവ വികാസങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ട് ഇടപെട്ട് ഈ ആളുമായിട്ട് സംസാരിച്ചത് മറ്റാരുമല്ല, ബിപിൻ സി ബാബുവിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ബിപിൻ ബാബുവുമായിട്ട് സംസാരിച്ച് അവിടെ ഒരു ഒത്തുതീർപ്പുണ്ടാക്കി. അങ്ങനെ ബിപിൻ ബാബു അമ്മയും ഈ വിമത പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിച്ച് പാർട്ടിയോടൊപ്പം നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. പക്ഷേ എന്ത് സംഭവിച്ചു? പാർട്ടി അവിടെ ആ മണ്ഡലത്തിൽ, ആ നിയമസഭാ മണ്ഡലത്തിൽ പാർട്ടി 3-ാം സ്ഥാനത്ത് പോയി. അവിടെ ബി ജെ പിക്ക് പാർട്ടിയേക്കാൾ 755 വോട്ട് കൂടുതലുണ്ട്. ബി ജെ പിയേക്കാൾ 1444 വോട്ട് മാത്രമാണ് ജയിച്ച KC വേണുഗോപാൽ അവിടെ നേടിയത്. ഇത് ചെറിയ കാര്യമാണോ? അല്ലേ? രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് എല്ലാ കാലവും പഠിക്കാൻ ഏറ്റവും ഉത്സാഹം കാണിക്കേണ്ട ഒരു മണ്ഡലമാണത് അല്ലേ? ആലപ്പുഴ പോലുള്ള മണ്ഡലങ്ങൾ, ലോക്സഭാ മണ്ഡലത്തിൽ സി പി എമ്മിന് അതിശക്തമായ വേരോട്ടം, ഒരു നൂറ്റാണ്ടായിട്ട് സി പി എം ഏറ്റവും ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന
സ്ഥലമാണ്. അതായത് പാർട്ടി രൂപീകരിക്കുന്ന കാലത്ത് തന്നെ അവിടെ ഒരു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചു. വയലാർ, പുന്നപ്ര പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ബിജെപിക്കാണ് വോട്ട് കൂടുതൽ കിട്ടിയിരിക്കുന്നത്. അതായത് ഈ വയലാറും പുന്നപ്ര എന്ന് പറഞ്ഞ ഏത് കമ്മ്യൂണിസ്റ്റുകാരനെ, ഇപ്പം കരിവള്ളൂരും കണ്ണൂരിലെ കതിരൂരും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എന്താ പറയണ്ടേ, ഈ പാർട്ടിക്കാരെ എന്നും വികാരം കൊള്ളിക്കുന്നതാണ്. അവരുടെ രക്തം തിളപ്പിക്കുന്ന, ആത്മാഭിമാനത്തെ ആകാശത്തോളം ഉയർത്തുന്ന പേരുകളാണ് വയലാർ, പുന്നപ്ര, കരിവള്ളൂർ, അല്ലേ? ഇതൊക്കെ അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഒഞ്ചിയം. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് അവർക്ക് വോട്ട് കുറയുകയും ബി ജെ പിക്ക് കൂടുകയും ചെയ്തിരിക്കുന്നു. ബി ജെ പി അവിടെ ജയിച്ചില്ലെങ്കിൽ പോലും ജയിച്ച സ്ഥാനാർത്ഥിയുമായിട്ട് അധികം അകലമില്ല, ദൂരമില്ല. ഈ സത്യം CPM തിരിച്ചറിയുന്നു. കായംകുളം അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്, ഒടുവിലത്തെ ഉദാഹരണം. അതായത് ഹിന്ദു എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി മാറി. തീർച്ചയായിട്ടും അതിനെ ഇനി ഒരിക്കലും അതിനെ പരിഗണിക്കാതെ മുമ്പോട്ട് പോകാൻ മനസ്സിലാക്കി. വളരെ ശരിയാണ്. നിങ്ങൾ കൃത്യമായ അതിലേറ്റവും കാതലായ പോയിന്റാണ് ഇപ്പോൾ ഗൗതം പറഞ്ഞിരിക്കുന്നത്. ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ CPM-നും പറ്റില്ല, കോൺഗ്രസിനും പറ്റില്ല എന്നൊരു സ്ഥിതി ഇന്ന് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. ഇത് ഉത്തരേന്ത്യൻ പ്രതിഭാസം മാത്രമല്ല, ഇത് ദക്ഷിണേന്ത്യയിലും നടക്കും എന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത്. നമ്മൾ നിഷ്പക്ഷമായിട്ടാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്. നമ്മൾ BJP-യുടെ പക്ഷമോ CPM-ന്റെ പക്ഷമോ ഒന്നും പറയുന്നില്ല. രാഷ്ട്രീയം ഇതാണ് നമ്മളോട് പറയുന്നത്. ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന് കേരളത്തിൽ, തെക്കൻ കേരളത്തിൽ ശക്തമായ വേരോട്ടമുണ്ടായിരിക്കുന്നു. അതിനെ മറികടന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇനി മുന്നോട്ട് പോകാനാകില്ല. അതിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാകില്ല. കായംകുളത്ത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ അവിടെ പത്തിയൂർ എന്ന് പറയുന്ന ബിപിൻ ബാബുവിൻ്റെ പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് 12-ാം വാർഡിൽ. അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് വിളിച്ചു പറഞ്ഞു തരും കേരളം എങ്ങോട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ സത്യം മനസ്സിലാക്കാത്തത് കേരളത്തിലെ BJP നേതൃത്വമാണോ എന്നെനിക്ക് സംശയമുണ്ട്. തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ പാലക്കാട് അവർക്ക് ഇത്രയും വലിയ തിരിച്ചടി കിട്ടില്ലായിരുന്നു. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പാലക്കാടെന്ന് ഒട്ടും അകലെയല്ല ചേലക്കര. എത്ര കിലോമീറ്ററിന്റെ വ്യത്യാസം വരും? ഇടയ്ക്ക് ഒരു മണ്ഡലം, ഒറ്റപ്പാലം എന്ന് പറയുന്ന ഒരു മണ്ഡലം കഴിഞ്ഞാൽ അടുത്തത് ചേലക്കരയായി. ചേലക്കരയിൽ 10,000-ഓളം വോട്ട് കൂടുതൽ നേടുകയും ചെയ്തു. ഇവിടെ 11,000 വോട്ട് പാലക്കാട് കുറഞ്ഞപ്പോൾ ചേലക്കരയിൽ, അതും തദ്ദേശീയനായ പ്രാദേശിക ബന്ധമുള്ള ഒരു ജനപ്രതിനിധി, പഞ്ചായത്തിൽ ഒരു ജനപ്രതിനിധി ആയിരിക്കുന്ന വലിയ എന്താ പറയണ്ട, വലിയ പാരമ്പര്യവും ഇതൊന്നും പറയാനില്ലാത്ത ഒരു സാധാരണ പ്രവർത്തകൻ. ചേലക്കര എന്ന് പറയുന്നത് വലിയ CPM-ന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന്റെ വലിയൊരു കോട്ടയാണ്. കോട്ടയിൽ BJP-ക്ക് 10,000-ൽ കൂടുതൽ വോട്ട് കഴിഞ്ഞ തവണ കിട്ടും എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. തീർച്ചയായിട്ടും ഇതാണ് CPM-നെ ആശങ്കപ്പെടുത്തുന്നത്. അവരെ വലിയ തലവേദനയാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്നുകൂടി CPM തോറ്റുപോയാൽ എന്തായിരിക്കും അവസ്ഥ? ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പല വിലയിരുത്തലുകളും നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന്, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് ഈഴവ വോട്ടുകൾ നമുക്ക് വലിയ രീതിയിൽ കുറഞ്ഞിരിക്കുന്നു, ഇത് കൂടുതലും BJP-യിലേക്ക് പോകുന്നു. ഈ സത്യം പാർട്ടി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അവർ അതിനെ മറികടക്കാനുള്ള, അല്ലെങ്കിൽ അതിനെ ഒന്ന് മയപ്പെടുത്താനുള്ള, അതിനെ ഒന്ന് സന്തോഷിപ്പിക്കാനുള്ള പരിശ്രമം പാർട്ടി ആരംഭിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ചേലക്കര ഒരു നല്ല ഉദാഹരണമാണ്. വാസ്തവം പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലും ആലപ്പുഴയുമാണെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് ചേലക്കരയാണ്. സത്യം, എനിക്ക് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ എല്ലാ കാലവും രാഷ്ട്രീയത്തെ നിരീക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് പറയുകയാണ്. ഇന്ദിരാ ഗാന്ധി മരിച്ച് 1984 തെരഞ്ഞെടുപ്പ് വരുന്നു. രാജ്യമെങ്ങും ഇന്ദിരാ തരംഗം അലയടിക്കുകയാണ്. തിരുവനന്തപുരത്ത് അന്ന് BJP അല്ല, ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥി RSSന്റെ പിൻബലത്തോടുകൂടി മത്സരിച്ച കേരളവർമ്മ 1,10,000 വോട്ട് അവിടെ നേടി. ഇതൊരു പ്രതിഭാസമാണ്. അതുപോലെയാണ് ഇപ്പോൾ ഈ ചേലക്കരയെയും കായംകുളത്തെയും ആലപ്പുഴയെയും ആറ്റിങ്ങലിനെയും ഒക്കെ വിശകലനം ചെയ്യേണ്ടത്. എന്തായാലും ഈ ഒരു പ്രതിസന്ധിയെ CPM ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നേരിടുന്നത് വലിയൊരു പ്രതിസന്ധിയാണ്. തീർച്ചയായിട്ടും ആ പ്രതിസന്ധിയെ അത്ര പെട്ടെന്നൊന്നും അവർക്ക് മറികടക്കാൻ വേണ്ടി പറ്റില്ല. കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്താതെ
മറികടക്കാൻ സമീപ പറ്റില്ല. വർഷങ്ങൾ, അടുത്ത വർഷങ്ങളിലൊന്നും പെട്ടെന്നൊന്നും ഇത് മറികടക്കാൻ പോകുന്നില്ല. ഇതുകൊണ്ടാണ് UDFന് ഉള്ളിലൊരു സന്തോഷമുള്ളത്. എന്താന്ന് വെച്ചാൽ ഇക്കുറി LDF വീഴും. സാധാരണ LDF വരും, എല്ലാം ശരിയാകും, LDF വന്നു, എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണല്ലോ മുദ്രാവാക്യങ്ങൾ. പക്ഷേ ഇത്തവണ അവർക്ക് മനസ്സിലായി LDF വീഴും. ഈ ഒരു തവണ കൂടെ തുടർഭരണം കിട്ടാനുള്ള സാധ്യത മങ്ങിയിരിക്കുകയാണ്. അതില്ലെന്നല്ല, അത് മങ്ങിയിരിക്കുകയാണ് എന്ന് UDF തിരിച്ചറിയുന്നു. അവരെന്ത് ചെയ്തു? അപ്പുറത്തെ സ്ഥലത്ത് ലോകത്തുള്ള സകലമാന എന്താ പറയണ്ടേ, ഈ ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ പറ്റുന്ന എല്ലാ മാർഗങ്ങളും അവർ തേടുന്നു. അതുകൊണ്ടാണ് SDPI-യുമായിട്ട് അവർ സഹകരിക്കുന്നത്, അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുമായിട്ട് അവർ സഹകരിക്കുന്നത്, മതസംഘടനാ നേതൃത്വങ്ങളെ കയ്യിലെടുക്കുന്നത് ഒക്കെ പതിവിൽ കവിഞ്ഞ് UDF, കോൺഗ്രസ് വലിയ പ്രാധാന്യത്തോടുകൂടി, വലിയ ഉത്സാഹത്തോടുകൂടി അതിന് പരിശ്രമിക്കുന്നു. അവർക്കും മനസ്സിലായി അപകടം. ഹിന്ദു വോട്ട് BJP-യിലേക്ക് പോകുന്നു, അത് നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. CPM-ൻ്റെ വോട്ട്, നഷ്ടപ്പെടുന്ന വോട്ട് നമുക്കല്ല കിട്ടുന്നത്, അത് BJP-ക്കാണ് കിട്ടുന്നതെന്ന് UDF-ഉം തിരിച്ചറിയുന്നു. അത് തിരിച്ചറിഞ്ഞ് നടത്തിയ പരിശ്രമത്തിൻ്റെ ഫലമാണ് പാലക്കാട്ട് വിജയം. ഇപ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് BJP കേരള നേതൃത്വം വേണ്ട രീതിയിൽ പരിശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവർ തന്നെ പ്രവർത്തിക്കുന്നത്. എനിക്കപ്പോൾ ഓർമ്മ വരുന്നത്, കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സന്ദീപ് വാര്യർ പറഞ്ഞൊരു കാര്യമാണ്. ഉത്തരേന്ത്യയിൽ എങ്ങനെയാണോ രാഷ്ട്രീയം BJP അവതരിപ്പിക്കുന്നത്, അതേ രീതിയിൽ കേരളത്തിൽ വന്ന് അവതരിപ്പിച്ചാൽ ഞാൻ അത് വിജയമാകില്ല. കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം, അല്ലെങ്കിൽ കേരളത്തിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള ഒരുപാട് സാംസ്കാരികമായിട്ടുള്ള ഔന്നത്യവും ഒക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ ചേരുവകൾക്കനുസരിച്ചിട്ടായിരിക്കണം ഇവിടെ BJP പ്രവർത്തിക്കുന്നത്. അതൊരു വാസ്തവം തന്നെയാണ്. അത് ശരിയാണ്. അത് കേരളത്തിന് മാത്രമല്ല, തമിഴ്നാട്ടിൽ ഉത്തരേന്ത്യൻ ശൈലിയിൽ രാഷ്ട്രീയം കളിച്ചാൽ തമിഴ്നാട്ടിൽ വിജയിക്കില്ല. ആ ശൈലി കർണാടകത്തിൽ വിജയിക്കില്ല, അത് ആന്ധ്രയിൽ വിജയിക്കില്ല, അത് ബംഗാളിൽ വിജയിക്കില്ല. എല്ലായിടത്തും അതിൻ്റേതായ രാഷ്ട്രീയമുണ്ട്. എല്ലാ സംസ്ഥാനങ്ങൾക്കും എന്താ പറയണ്ട, ഈ ഹിന്ദി ബെൽറ്റ്, നമ്മൾ കൗ ബെൽറ്റ് എന്നൊക്കെ ഇവർ പറയാറുണ്ട് രാഷ്ട്രീയക്കാർ. ആ ബെൽറ്റിലെ രാഷ്ട്രീയം മറ്റൊരു സ്ഥലത്ത് വിജയിക്കില്ല. അത് ഒരു പൊതുവായ ഒരു ഭാഷ സംസാരിക്കുന്ന ഒരേ സ്വഭാവത്തിൽ. ഇപ്പോൾ ആ ബെൽറ്റിൽ പയറ്റുന്ന രാഷ്ട്രീയം UP-യിൽ പയറ്റുന്ന രാഷ്ട്രീയം കൊണ്ടൊന്ന് മഹാരാഷ്ട്രയെ പയറ്റിയാൽ വിജയിക്കുമോ? സാധ്യത കുറവാണ്. ഇത് BJP-ക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ നേതൃത്വത്തിന് ഇത് തിരിച്ചറിഞ്ഞ് ഇതിനനുസരിച്ച് തന്ത്രങ്ങൾ മെനയുകയും ഇതിനനുസരിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തന പദ്ധതി തയ്യാറാക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്താൽ BJP-ക്ക് നേട്ടമുണ്ടാക്കാം. നമ്മളീ പറഞ്ഞ തെക്കൻ ജില്ലകളിൽ മറ്റു മണ്ഡലങ്ങളൊക്കെ വിട്ടു. 25,000-ന് മേളിൽ വോട്ടുള്ളത്, 30,000-ന് മേളിൽ വോട്ടുള്ളതൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ മണ്ഡലങ്ങളിലൊക്കെ ഏതാണ്ട് 35,000, 40,000-ന് മേളിൽ വോട്ടുള്ള സ്ഥലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. 15 മണ്ഡലങ്ങളുടെ പേര് പല സ്ഥലങ്ങളിലും രണ്ടാം സ്ഥാനത്ത് വരുന്നു, BJP എന്ന് പറയുന്ന സാഹചര്യം രൂപപ്പെട്ടു. ഈ കേരളത്തിൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 11 മണ്ഡലങ്ങളിൽ BJP ഒന്നാമതും മറ്റ് നിരവധി മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തുമാണ്. ഇത് ഒരു വലിയ എന്താ പറയണ്ടേ, ചർച്ച ചെയ്യേണ്ട, കേരളം മനസ്സിലാക്കേണ്ട, കേരളത്തിലെ BJP-യും CPM-ഉം കോൺഗ്രസും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് CPM-ഉം കോൺഗ്രസും ഏതാണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരതിനനുസരിച്ച് തന്ത്രങ്ങൾ മാറ്റിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ BJP അതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം അറിയില്ല എന്ന് പറയാനേ പറ്റൂ. ഈ CPM-ന്റെ പല വോട്ടുകളും BJP-യിലേക്ക് പോകുന്നതിനെ പലരും ആക്ഷേപിച്ചുകൊണ്ട് വിലയിരുത്തുന്നത് ഇതൊരു ഡീലാണെന്നാണ്. ഇവർ തമ്മിൽ ഒരു ധാരണയുണ്ട്. CJP, കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി, അത് സന്ദീപ് വാര്യറുടെ പ്രയോഗമാണ്. പക്ഷെ ഇത് ജനങ്ങളാണ് ഈ ഡീലിന്റെ ഉത്തരവാദികൾ. അവരുടെ തിരിച്ചറിവാണ്. അത് രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിഞ്ഞാൽ അവർക്ക് നല്ലത്, ഇല്ലെങ്കിൽ അവരിവിടെ നിലനിൽക്കില്ല. അത്രയേ നമുക്ക് പറയാനുള്ളൂ ഈ കാര്യത്തിൽ.